ഇത് തണ്ണീർമുക്കം, കാർഷിക സംസ്കൃതിയുടെ വിയർപ്പ് തുള്ളികളും കായൽക്കാറ്റിൻ്റെ ഈണവും ഒത്തുചേരുന്ന പുണ്യഭൂമി. വേമ്പനാട്ടു കായലിൻ്റെ തീരങ്ങളിൽ ആകാശത്തേക്ക് കൈകൾ നീട്ടി നിൽക്കുന്ന ചീനവലകൾ തണ്ണീർമുക്കത്തിൻ്റെ കായൽ സംസ്കാരത്തിൻ്റെ മറ്റൊരു മനോഹരമായ അടയാളമാണ്. ഒരു നാടിൻ്റെ ചരിത്രം രൂപപ്പെടുന്നത് അവിടുത്തെ മനുഷ്യരിലൂടെ മാത്രമല്ല, അത് ചേർത്ത് പിടിക്കുന്ന പ്രകൃതിയിലൂടെ കൂടിയാണ്. വേമ്പനാട്ടു കായലിൻ്റെ നീലപ്പരപ്പിലേക്ക് വിരൽ ചൂണ്ടി നിൽക്കുന്ന ആലപ്പുഴയുടെ കിഴക്കൻ തീരത്തെ വിസ്മയ കാഴ്ചകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് തണ്ണീർമുക്കം, കാർഷിക സംസ്കൃതിയുടെ വിയർപ്പ് തുള്ളികളും കായൽക്കാറ്റിൻ്റെ ഈണവും ഒത്തുചേരുന്ന പുണ്യഭൂമി. ഒരു കാലത്ത് കുട്ടനാടിൻ്റെ ജീവരക്തമായിരുന്ന ശുദ്ധജലത്തിൻ്റെ കാവലാളായി മാറിയ ഈ നാടിന് കേരളത്തിൻ്റെ ചരിത്രരേഖകളിൽ സമാനതകളില്ലാത്ത സ്ഥാനമുണ്ട്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കുടിവെള്ളത്തിൻ്റെ ഒരു വലിയ സ്രോതസ്സിലേക്ക് മുഖം തിരിച്ചു നിൽക്കുന്ന നാട്. കുട്ടനാടിൻ്റെ കാർഷിക സംസ്കൃതിയുമായും ചേർത്തലയുടെ കയർ വ്യാവസായ പാരമ്പര്യവുമായും ഈ നാടിന് അഭേദ്യമായ ബന്ധമുണ്ട്. വേമ്പനാട്ടു കായലിനെ രണ്ടാക്കി മുറിച്ചുകൊണ്ട് ഒരു വശത്ത് ഉപ്പുവെള്ളത്തെ തടഞ്ഞു നിർത്താനും മറുഭാഗത്ത് ശുദ്ധജലം നിലനിർത്താനും ഈ ബണ്ടിന് കഴിയുന്നു. കായലിന് കുറുകെ നീണ്ടു നിവർന്നു കിടക്കുന്ന ഈ ബണ്ടിലൂടെയുള്ള യാത്ര ഏതൊരു സഞ്ചാരിക്കും ഒരു വേറിട്ട അനുഭൂതിയാണ് സമ്മാനിക്കുന്നത്. കായൽക്കാറ്റിൽ തലയാട്ടി നിൽക്കുന്ന തെങ്ങിൻ തോപ്പുകളും ഈ നാട്ടിലെ കഠിനാധ്വാനികളായ മനുഷ്യരും ഒരുമിച്ച് ചേരുമ്പോൾ തണ്ണീർമുക്കം ഭൂപടത്തിലെ ഒരടയാളം മാത്രമല്ല, അതൊരു ജീവതാളം കൂടിയാണ്. പരമ്പരാഗതമായ രീതിയിലാണ് ഇന്നും ഇവിടെ ഭൂരിഭാഗം പേരും മീൻ പിടിക്കുന്നത്. വീശുവലയും കുത്തുവലയും ഒഴുക്കുവലയുമൊക്കെ ഈ കായൽ പരപ്പിലെ സ്ഥിരം കാഴ്ചകളാണ്. കാലം മാറി, തണ്ണീർമുക്കത്തിൻ്റെ മുഖഛായയും മാറി. ഇന്ന് ആലപ്പുഴയിലെത്തുന്ന സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടങ്ങളിലൊന്നാണ് തണ്ണീർമുക്കം. കുട്ടനാടൻ പാടശേഖരങ്ങളെ ഉപ്പുവെള്ളത്തിൽ നിന്നും സംരക്ഷിക്കുക, വർഷത്തിൽ 3 വിളവെങ്കിലും നെൽകൃഷി സാധ്യമാക്കുക എന്ന വലിയ ലക്ഷ്യത്തോടെയാണ് 1955 ഇതിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നത്. ഭാരതത്തിൻ്റെ 1ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി വിഭാവനം ചെയ്ത ഈ പദ്ധതി ഒടുവിൽ 1974 ഭാഗികമായി പൂർത്തിയാകുന്നത്. കാലം മാറുമ്പോൾ കായലിൻ്റെ കാഴ്ചകളും മാറുകയാണ്. തുടങ്ങിയോളാ ഓയാ ഐശ്വടാ. പരമ്പരാഗതമായ വലക്കണ്ണികൾക്കപ്പുറം ഇന്ന് തണ്ണീർമുക്കം ബണ്ടിൻ്റെ കൈവരികളിലും കായലോരങ്ങളിലും പുതിയൊരു തരംഗമുണ്ട്. അത് അത്യാധുനിക രീതിയിലുള്ള ഫിഷിംഗ് റോഡുകളും ഹൈടെക് റീലുകളുമായി എത്തുന്ന പുതിയ തലമുറയുടെ ചൂണ്ടക്കാരുടേതാണ്. വേമ്പനാട്ടു കായലിൻ്റെ ഓളപ്പരപ്പിലൂടെ സാഹസികത ഇഷ്ടപ്പെടുന്ന സഞ്ചാരികൾക്കായി തണ്ണീർമുക്കം ബണ്ടിനോട് ചേർന്ന് കയാക്കിംഗ് ടൂറിസം ഇന്ന് ഏറെ സജീവമായിരിക്കുകയാണ്. വേമ്പനാട്ടു കായലിൻ്റെ തീരങ്ങളിൽ ആകാശത്തേക്ക് കൈകൾ നീട്ടി നിൽക്കുന്ന ചീനവലകൾ തണ്ണീർമുക്കത്തിൻ്റെ കായൽ സംസ്കാരത്തിൻ്റെ മറ്റൊരു മനോഹരമായ അടയാളമാണ്.
പുലർച്ചയുടെ നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് വള്ളങ്ങൾ നീങ്ങുന്ന തുഴയുടെ താളമാണ് ഈ നാടിൻ്റെ യഥാർത്ഥ ജീവതാളം. ഒരു നാടിൻ്റെ അതിജീവനത്തിൻ്റെ കഥ പറയുന്ന ഈ കക്കവാരലും അത് പുഴുങ്ങി വിൽക്കുന്നതുമൊക്കെ ഇവിടുത്തെ നൂറുകണക്കിന് സാധാരണ കുടുംബങ്ങളുടെ ജീവനാഡിയും പരമ്പരാഗത സംസ്കാരത്തിൻ്റെ ഭാഗവുമാണ്. വേമ്പനാട്ടുകായലിൻ്റെ നെഞ്ചുകീറി നീങ്ങുന്ന ഓരോ ചെറുതോണിയും തണ്ണീർമുക്കത്തിൻ്റെ അതിജീവനത്തിൻ്റെ അടയാളങ്ങളാണ്.